ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചെറിയ തുടക്കം, വലിയ പ്രവർത്തനങ്ങൾ, വലിയ വിജയം. ലോകത്തിൽ ഏകദേശം ഇന്ന് 33% ആളുകളും വിശ്വസിക്കുന്ന ക്രിസ്തുമതത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിന് ശേഷം അവൻ തൻ്റെ പ്രിയപ്പെട്ട 11 ശിഷ്യന്മാരെയും ഗലീലയിൽ വെച്ച് കണ്ടുമുട്ടി. ലോകത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനും ജ്ഞാനസ്നാനം നൽകുവാനുമുള്ള അധികാരം നൽകി പറഞ്ഞുവിടുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹാ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ഇപ്രകാരമുള്ള നിർദ്ദേശം നൽകിയിട്ട് ഒരു വലിയ ഉറപ്പ് നൽകുന്നുണ്ട്. ആ ഉറപ്പെന്ന് പറയുന്നത് യുഗാന്ത്യം വരെ ഞാനെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പാണ്. ഈശോയുടെ ശിഷ്യന്മാരിൽ ചില ആളുകളൊക്കെ ആദ്യം അവൻ്റെ ഉത്ഥാനത്തിൽ സംശയിച്ചെങ്കിലും ഈ ഒരു ഉറപ്പ് ലഭിക്കുന്നതോടുകൂടി വളരെ ധീരമായി ശക്തമായി അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഈശോ മിശിഹായിൽ ലഭിച്ച ഈ ഉറപ്പിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് ഈശോയുടെ സുവിശേഷവുമായി അവർ കടന്നുപോയത്. ഈശോ മിശിഹാ തങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യമാണ് ഒരു കാലഘട്ടത്തിൽ യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടി ശക്തി ലഭിക്കുകയും ആ ശക്തിയാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി സുവിശേഷം പ്രഘോഷിക്കുവാനും അവരെ പഠിപ്പിക്കുവാനും ജ്ഞാനസ്നാനം നൽകുവാനും ഒക്കെ ശക്തി ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഉടനീളം ദൈവം മനുഷ്യരുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് പല ഭാഗത്തും മനുഷ്യൻ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചത്തെ ഒന്നാമത്തെ വായനയിൽ മോശയുടെ മരണശേഷം ജോഷുവായ്ക്ക് ദൈവം ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. എൻ്റെ പ്രിയദാസനായ മോശ മരിച്ചു, അതുകൊണ്ട് ഇനി മുതൽ ജനത്തെ നയിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും നീയാണെന്ന് പറഞ്ഞുകൊണ്ട് ജോഷുവായെ ചുമതലപ്പെടുത്തിയിട്ട് പറയുകയാണ്, വാഗ്ദാന നാട്ടിലേക്ക് ഈ ജനത്തെ നീ നയിക്കുക, എന്നും നിൻ്റെയോട് കൂടെ ഞാൻ ഉണ്ടായിരിക്കും, നിൻ്റെ പ്രവൃത്തികൾക്ക് ഞാൻ ശക്തി നൽകുമെന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് സുവിശേഷത്തിലും ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുകയും ഞാൻ നിങ്ങളെ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്യുവിൻ, നിങ്ങളോട് കൂടെ ഞാൻ എന്നും ഉണ്ടായിരിക്കുമെന്ന് ഈശോ ഉറപ്പ് നൽകുന്നു. ഇന്ന് ഈ ലോകത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെയും നിങ്ങളെയുമൊക്കെയാണ്. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് സുവിശേഷമായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതനായ മിശിഹാ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ഈ ഉത്തരവാദിത്വം തലമുറ കൈമാറി ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ എത്രമാത്രം തീഷ്ണതയോടും വിശ്വസ്തയോടും കൂടി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനും അത് മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ആത്മധൈര്യവും പ്രദാനം ചെയ്തതുപോലെ ഈശോയെ അനുദിനം പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും കുദാശകളിലൂടെയൊക്കെ കണ്ടുമുട്ടുന്ന നമ്മുടെ ജീവിതത്തിലേക്കും ഈ ധൈര്യവും സ്നേഹവും സന്തോഷവുമൊക്കെ അവൻ തരുന്നുണ്ട്. അവൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് എന്നും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ഈ ഉത്തരവാദിത്വം നമ്മുടെ തലമുറകളിലൂടെ കൈമാറി അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും വ്യക്തിജീവിതത്തിലുമെല്ലാം ഈശോയെ വഹിക്കുന്ന, ഈശോയുടെ കൽപ്പനകളും സുവിശേഷവുമൊക്കെ പ്രഘോഷിക്കുന്ന വ്യക്തികളായി തീരുവാനായിട്ട്
ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു സുവിശേഷമായി ജീവിക്കുവാനായിട്ട്, ഈ ലോകത്തിൽ സമാധാനം നൽകുന്നൊരു വ്യക്തിയായി തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിലെ ബലഭാഗങ്ങളിലെ യുദ്ധവും കലഹങ്ങളുമൊക്കെ നടക്കുമ്പോൾ സമാധാനത്തിൻ്റെ വക്താക്കളായി തീരുവാനായിട്ട്, സന്തോഷം നൽകുന്ന വ്യക്തികളായി തീരുവാനായിട്ട്, നമ്മുടെ ജീവിതവും ജീവിത രീതികളുമൊക്കെ കാരണമായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.